ഇന്ന് നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ജബൽ സീസക്ക് പോവാണ് കേട്ടോ. നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മൾ ഫ്രണ്ടും ഫാമിലിയും ഉണ്ട് കേട്ടോ. കൂടെ ഇരിക്കണതാണ് സോയ. ഓൾ അതേ കാറിൽ കയറി സീറ്റൊക്കെ ബുക്ക് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഇവരെ കാറിലാണ് കേട്ടോ പോണത്. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി ഇവരെ വെയിറ്റ് ചെയ്ത് നിന്ന് ഇവർ വന്നപ്പോൾ നമ്മളെല്ലാവരും ഒന്നിച്ച് ഇതിൽ കയറി പോവാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നോക്കുമ്പോൾ ഒരാളോടെ പെർഫ്യൂമൊക്കെ എടുക്കണം കേട്ടോ. ചോദിച്ചപ്പോൾ ഓൾ ദുബായ് മോളിൽ നിന്ന് മേടിച്ചതാണ്, ഒരു വഴിക്ക് പോവല്ലേ ഇരുന്നോട്ട് ചെയ്തിട്ട്. പിന്നെ ഞങ്ങളിത് എവിടെ വരെ എത്തിയിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്ക് ഒരാൾക്ക് ദാഹിക്കുന്നു, പിന്നെ വെള്ളം കുടിക്കലൊക്കെ ആയി. അതിൻ്റെ ഇടയ്ക്ക് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി സോയൻ്റെ വക അഡ്വഞ്ചറസ് പ്രകടനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങോട്ട് കുറച്ച് ലോങ് ഡ്രൈവ് ഉള്ളതുകൊണ്ട് വർത്താനം പറയലും ഉറങ്ങലും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ പോയത്. പിന്നെ ഇതൊക്കെ ഒരു രസമല്ലെന്ന് വിചാരിച്ച് ഞങ്ങളത് എൻജോയ് ചെയ്തു. അങ്ങനെ നമ്മളിവിടെ എത്തിട്ടോ. ഇവിടെ എത്തിയപ്പോൾ ഫുള്ള് റോഡ് സൈഡിൽ മൊത്തം വണ്ടികളാണ് കേട്ടോ. നമ്മളെപ്പോലെ എല്ലാവരും ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി വന്നതാണെന്ന് തോന്നുന്നു. അങ്ങനെ രണ്ട് സൈഡിലും വണ്ടികളാണ്. നമുക്ക് പാർക്ക് ചെയ്യാനൊരു സ്ഥലം കിട്ടിയില്ല കേട്ടോ. നമ്മളങ്ങനെ കുറേ സെർച്ച് ചെയ്തിട്ട് അവസാനം നമുക്കൊരു സ്ഥലം കിട്ടി. അങ്ങനെ നമ്മൾ ചിക്കൻ ഗ്രില്ലിങ്ങിനുള്ള പരിപാടിയൊക്കെ തുടങ്ങാൻ പോകണം കേട്ടോ. ഞങ്ങളിവിടെ നിലത്തൊരു മാറ്റൊക്കെ വിരിച്ച് അവിടെ അങ്ങനെ ഇരുന്നു. അങ്ങനെ ചാർക്കോളൊക്കെ സെറ്റാക്കി ലിക്വിഡൊക്കെ ഒഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അന്നത്തെ സത്യം തിരിച്ചറിഞ്ഞത്. ഞങ്ങൾ ലൈറ്റർ എടുക്കാൻ മറന്നുപോയി. അങ്ങനെ റൈറ്റ് സൈഡിലുള്ളൊരു ഫാമിലിയോട് ചോദിച്ച ഒരു ലൈറ്റർ മേടിച്ചുകൊണ്ട് വന്ന് കത്തിച്ച് അവർക്ക് തിരിച്ചു കൊടുത്തിട്ടോ. അപ്പോൾ അതാ വീണ്ടും നമുക്കതിൻ്റെ ആവശ്യം വന്നിരിക്കുന്നു. പിന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള ഫാമിലിയോട് ചോദിച്ച് മേടിച്ചിട്ടോ. അവർക്ക് ഇനിയിപ്പോൾ അത് വേണ്ട പറഞ്ഞോട്ട് പിന്നെ നമ്മുടെ കയ്യിൽ തന്നെ അത് വെച്ചിട്ടോ. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ തീ കത്തിട്ടോ. വീണ്ടും ലിക്വിഡൊക്കെ ഒഴിച്ച് കൊടുത്ത് നല്ല ഉഷാറായിട്ട് തീ കത്തിച്ചു. അങ്ങനെ നമ്മൾ ബാക്കി പരിപാടികളിലേക്ക് കിടക്കാൻ കേട്ടോ. എനിക്ക് അവരുടെ വീശലൊക്കെ കണ്ടപ്പോൾ സുരാജിൻ്റെ ആ ഫിലിമിലെ ഡയലോഗാണ് കേട്ടോ ഓർമ്മ വന്നത്. ഏതായാലും വീശലൊക്കെ നല്ല ഉഷാറായിട്ട് നടന്നുകൊണ്ട് നമ്മളെ ചിക്കനൊക്കെ ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളി ചിക്കനായിരുന്നു. ഞങ്ങൾ പിന്നെ ഫുൾ പ്ലാനിങ്ങോടെ വരാതിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് കഴിക്കാൻ പ്ലേറ്റ് പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാറിലുണ്ടായിരുന്ന ഒരു പ്ലേറ്റിൽ അവരും ചിക്കൻ മാരിനേറ്റ് കൊണ്ട് പ്ലേറ്റിൽ ഞങ്ങളും കഴിച്ചു. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ തന്നെ ടൈം ഒരു 4:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ തീരുമാനിച്ചെന്നാൽ പിന്നെ നാളെ സൺറൈസ് ഒക്കെ കണ്ടിട്ട് പോവാം. ഇവിടുത്തെ മോർണിംഗ് വ്യൂ കാണാൻ നല്ല രസമാണെന്ന് പറഞ്ഞു കേട്ടിരുന്നു. ഏതായാലും ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ പോയിരുന്നെങ്കിൽ എന്തായാലും ഞങ്ങൾക്ക് ഈ വ്യൂ മിസ്സായി. നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ അവിടുത്തെ ആ വ്യൂ. നല്ല ഭംഗിയുണ്ടായിരുന്നു. മേലേക്ക് നോക്കിയാലും താഴേക്ക് നോക്കിയാലും ഒക്കെ വ്യൂ അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മളെപ്പോലെ അത് കാണാൻ വന്നവരും ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വന്നവരും ഒക്കെ ആയിട്ട് അവിടെ ആളുകളാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ